ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ ഒട്ടും തന്നെ അത്ഭുതപ്പെടുത്തേണ്ടതില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത 65,64,000-ഓളം മനുഷ്യർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുണ്ടായില്ല. SIRന്റെ മറപറ്റിക്കൊണ്ട് അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു. BJPയുടെ സഖ്യകക്ഷിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘപരിവാറിന് വേണ്ടി നടത്തിയ ഒത്തുകളിയിലൂടെ നിതീഷ് കുമാറും നരേന്ദ്രമോദിയും തട്ടിയെടുത്ത വിജയത്തിൽ നമ്മൾ എന്തിന് അത്ഭുതപ്പെടണം? പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി സംസ്ഥാനത്തെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും മത്സരിച്ചുകൊണ്ട് ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ടുള്ള ജനഹിതത്തെ പരമാവധി ചിതറിച്ചിട്ടുണ്ട്. അസസുദ്ദീൻ ഒവൈസിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയും മത ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ മത്സരിച്ച് മതേതര വോട്ടുകളെയും ചിതറിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ രണ്ട് പാർട്ടികളും സംഘപരിവാറിന് വേണ്ടിയിട്ട് ജനദ്രോഹ സർക്കാരിനെതിരായിട്ടുള്ള ജനഹിതത്തെ വിഭജിക്കാൻ വേണ്ടിയിട്ട് വലിയ പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സാരം. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് 1,21,00,000 വീട്ടമ്മമാരുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ കൊടുക്കുമെന്നുള്ള വലിയ പ്രഖ്യാപനം നടത്തിയപ്പോ രാഷ്ട്രീയ സാക്ഷരത അത്രയൊന്നും കിട്ടാത്ത ബീഹാറിലെ സാധാരണ മനുഷ്യർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം. അതിനേക്കാളും അപ്പുറം രാഷ്ട്രീയ കാലാവസ്ഥയുടെ വകതിരിവില്ലാത്ത പ്രാദേശിക നേതാക്കന്മാർ ചിലർ സീറ്റ് ചർച്ചയുടെ ഏറ്റുമുട്ടലിൽ പരസ്പരം മത്സരിച്ചപ്പോൾ അത് മേൽപ്പറഞ്ഞ മുഴുവൻ വിഷയങ്ങളെയും മറയാക്കാൻ സംഘപരിവാറിനും നിതീഷ് കുമാറിനും നരേന്ദ്രമോദിക്കും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾക്കും സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മറന്നു പോകേണ്ടാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വോട്ട് ചോരിയുടെ വലിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വോട്ടധികാർ യാത്ര നടത്തി തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ബീഹാറിന്റെ മണ്ണിനെ ഇളക്കി മറിച്ച കാഴ്ചകൾ മറന്നുപോയിക്കൂടാ. അവിടുത്തെ യുവഹിതവും ജനഹിതവും ഇളക്കി മറിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ വോട്ടധികാർ യാത്രയിൽ നിന്നുണ്ടായ ആ ജനവികാരം എങ്ങനെയാ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കപ്പെടുന്നത്? മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും അടക്കമുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ, തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള RJDയുടെ നേതാക്കന്മാർ അതിശക്തമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും എന്തുകൊണ്ട് ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് അടിപതറി എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ. അത് സിറ്റിംഗ് BJP MLA പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ വോട്ട് കളനെന്ന് ആക്ഷേപിച്ച് ആട്ടിയോടിച്ച ആ ജനങ്ങൾ തന്നെ എങ്ങനെ ഇവരെ തെരഞ്ഞെടുത്തു എന്നുള്ള സംശയമാണ്. ആ സംശയത്തിന്റെ ചരിത്രം ചകഞ്ഞു പോയാൽ ഹരിയാനയിലെ, മഹാരാഷ്ട്രയിലെ, ഉത്തർപ്രദേശിലെ എന്നുവേണ്ട കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഇഴകീറി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വോട്ട് ചോരി തന്നെയാണ് ഈ രാജ്യത്തെ ജനഹിതത്തെ അട്ടിമറിക്കുന്നതെന്ന്. വാരാണസിയിലെ നരേന്ദ്രമോദിയുടെ വിജയം പോലും സംശയത്തിന്റെ കരിമ്പടം പുതച്ച് ഒളിച്ചിരിക്കുമ്പോൾ വ്യാജ ഡിഗ്രിയുടെ വ്യാജ വിജയങ്ങളുടെ മേനി നടിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ പ്രചരണങ്ങൾക്ക് കിട്ടിയത് യഥാർത്ഥ ജനഹിതമല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. സത്യമേവ ജയതേ എന്ന് വിശ്വസിക്കുന്ന ഒരു ജനാധിപത്യ സംസ്കൃതിയിൽ എത്ര പരാജയപ്പെട്ടാലും സത്യം പറയുന്നതിൽ നിന്ന് സന്ധി ചെയ്യില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിരന്തരം തെരുവ് നിറഞ്ഞ് സത്യങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടിയിൽ അംഗമായതിൽ നമ്മൾക്കേവർക്കും അഭിമാനിക്കാം. എത്ര തോറ്റാലും സത്യം പറയുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിക്കാൻ ഒരു സംഘപരിവാർ ശക്തിക്കും സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ആനുകാലിക ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിരോധ സമരമാർഗം. വോട്ട് ചോരിയുടെ കള്ളക്കഥകൾ മാസങ്ങൾക്ക് ശേഷം പൊളിച്ചെഴുതപ്പെട്ട് ചോദ്യങ്ങളായിട്ട് ഉയർന്നു നിൽക്കുമ്പോൾ ഉത്തരമില്ലാതെ ഒളിച്ചു നടക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും മിണ്ടാട്ടം മുട്ടുന്ന മോദിയുമൊക്കെ രാജ്യത്തിന്റെ മുമ്പിൽ വീണ്ടും വീണ്ടും ദൃശ്യവൽക്കരിക്കപ്പെടുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഉന്നയിക്കുന്ന അവലോകനങ്ങളൊക്കെ തെറ്റാണ് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തും. സത്യസന്ധമായ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം ഈ രാജ്യത്തുണ്ടാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നിരന്തരം ഇത്തരം സംവാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം. കേവലമായിട്ടുള്ള തട്ടിയെടുക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് ജയങ്ങളിൽ മാത്രം പെട്ടെന്ന് ഭയപ്പെട്ട് പിന്മാറേണ്ടവരല്ല കോൺഗ്രസുകാർ. പോരാടേണ്ടവരാണ്, പോരാടി തന്നെ വിജയിക്കേണ്ടവരാണ്. എത്ര തോറ്റാലും നിരന്തരം സത്യം മാത്രമേ പറയൂ എന്ന് പൂർണ്ണ ബോധ്യമുള്ള ഒരു നേതാവിന്റെ, രാഹുൽ ഗാന്ധിയുടെ പിന്നണിയിൽ അണിനിരക്കുന്നതിനേക്കാൾ വലിയൊരു രാഷ്ട്രീയ പ്രഖ്യാപനം എന്തുണ്ട് ഈ രാജ്യത്ത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും BJPയുടെയും നിതീഷ് കുമാറിന്റെയും സഖ്യം ജയിച്ച ബീഹാറിൽ പരാജയപ്പെട്ടത് അവിടുത്തെ ജനഹിതമാണ്, ഇന്ത്യൻ ജനാധിപത്യം തന്നെയാണ്. ഹരിയാനയിൽ വിജയിച്ചതുപോലെ, മഹാരാഷ്ട്രയിൽ വിജയിച്ചതുപോലെ, വാരാണസിയിൽ മോദി വിജയിച്ചതുപോലെ മോഷ്ടിക്കപ്പെട്ട ജനാധിപത്യത്തിന്റെ മാത്രം ബലത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ സഖ്യ സർക്കാർ തുടർഭരണം നേടിയിരിക്കുന്നത് എന്ന് വേണം നമ്മൾ കരുതാൻ.
യാഥാർത്ഥ്യത്തിൽ പലവട്ടം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയ തന്നെയാണ്. ഇന്ത്യൻ ജനാധിപത്യം തന്നെയാണ് നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്നത്, കോൺഗ്രസ് അല്ല.